വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ മുന്നറിയിപ്പാണ്. മഴയോടൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അപർണ KS ചേരുന്ന വിവരങ്ങളുമായി. അപർണ, ഏതായാലും ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ്. പല ജില്ലകളിലും ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 11 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സംസ്ഥാനത്ത് ഇന്നും ശക്തമായി തന്നെ മഴ തുടരാനുള്ള സാധ്യതയാണുള്ളത്. ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നത് സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴയ്ക്കൊരു ശമനം ഉണ്ടാകുമെന്നുള്ളതാണ്. എന്നാൽ ഇന്നും മഴ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യത ഇത്തരത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. കടലോര മേഖലകളിലൊക്കെ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. ശക്തമായ കാറ്റുമുണ്ട്. അതുകൊണ്ട് മത്സ്യബന്ധനത്തിനടക്കം പോകരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടാതെ പല ഡാമുകളും ഇന്ന് തുറക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ നദികളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നദീതീരത്ത് താമസിക്കുന്നവർ പ്രത്യേകമായ ജാഗ്രത പാലിക്കണം. കൂടാതെ തന്നെ ക്രമാതീതമായി ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുള്ള മേഖലകളിൽ മാറി താമസിക്കുവാനായിട്ടും ജനങ്ങൾ തയ്യാറാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൃത്യമായി അധികൃതരുടെ മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് കൃത്യസമയങ്ങളിൽ നിർദ്ദേശങ്ങൾ പാലിച്ചു ക്യാമ്പുകളിലേക്കോ മറ്റ് ഉയർന്ന പ്രദേശങ്ങളിലേക്കോ മാറി താമസിക്കണം. കൂടാതെ തന്നെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതകളുണ്ട്. ആ മേഖലയിലുള്ളവരും കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കണം. അധികൃതർ പറയുന്നതനുസരിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതുണ്ട്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശങ്ങളും കൂടാതെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി തന്നെ പാലിക്കണം. കൃത്യമായ അലർട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. കൂടാതെ ഇത്തരത്തിൽ എന്തെങ്കിലും അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ഉദ്യോഗസ്ഥരെ അറിയിക്കാനും തയ്യാറാകണമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായി മഴ തുടരാൻ തന്നെയാണ് സാധ്യത. ഇടവിട്ട് ഇപ്പോൾ മഴ പലയിടങ്ങളിലും പെയ്യുന്നുണ്ട്. കൂടാതെ മധ്യ കേരളത്തിലാണ് സ്ഥിതി രൂക്ഷമാകാനുള്ള സാധ്യത. ഈ മേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് തുടർച്ചയായി മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. പല ഡാമുകളിലും ഇത്തരത്തിൽ ഷട്ടറുകൾ അടക്കം തുറക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും കൃത്യമായി ജാഗ്രത പാലിക്കണം. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കൂടി സുരക്ഷ കണക്കിലെടുത്താണ് 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മാത്രമാണ് ഇത്തരത്തിൽ മഴയുടെ ശക്തി അല്പം ഒന്ന് കുറഞ്ഞു നിൽക്കുന്നത്. എന്നാലും ഈ മേഖലകളിൽ തീരദേശ മേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. ദീപ്തി. അപർണ, അതോടൊപ്പം തന്നെ നമുക്കറിയാം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് കർശനമായ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ പോകരുത് എന്ന കർശനമായ ഒരു മുന്നറിയിപ്പും നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ നീളുന്ന തീരദേശ ന്യൂനമർദ്ദമാണ് ഇപ്പോൾ ഈ കേരളത്തിൽ ഇത്തരത്തിൽ മഴയ്ക്ക് സാധ്യത ഉണ്ടാക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മഴ ശക്തമാകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. മത്സ്യബന്ധനത്തിനടക്കം പോകരുത്. കാരണം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇത്തരത്തിൽ മറ്റൊരു ന്യൂനമർദ്ദ പാളി കൂടി ഉണ്ടായിരുന്നു. അതിന്റെ പരിണിത ഫലമായിട്ട് ശക്തമായ കാറ്റിനും കള്ളക്കടൽ പ്രതിഭാസത്തിനടക്കം സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ സാഹചര്യങ്ങളിലൊക്കെ അത് അവഗണിച്ച് പോയ പല ബോട്ടുകളും അപകടത്തിൽപ്പെടുന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. എന്നിരുന്നാൽ കൂടി ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും കൃത്യമായി ജാഗ്രത പാലിക്കാം. കഴിഞ്ഞ ദിവസം കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ശക്തമായ കാറ്റും ഉയർന്ന തിരമാലകളും ഇതിനെ അടക്കം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനടക്കം പോകരുത് എന്ന പ്രത്യേക നിർദ്ദേശം നൽകുന്നുണ്ട്. പല മേഖലകളിലും കടൽ ഉള്ളിലേക്ക് അല്ലെങ്കിൽ കടൽ ഈ ജനവാസ മേഖലകളിലേക്ക് അടക്കം കയറി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഉയർന്ന തിരമാലകളുണ്ട്. പല വീടുകൾക്കും കേടുപാടുകൾ അടക്കം സംഭവിച്ച സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൂടി മാറി താമസിക്കണം. മത്സ്യബന്ധനത്തിന് പോവുകയോ മറ്റ് ബോട്ടുകൾ ഇറക്കുകയോ ചെയ്യരുതെന്ന നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. ദീപ്തി. അപർണ, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് മഴയുടെ ശക്തി ഈ ഒരു കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിലെ മഴയുടെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? ദീപ്തി, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് മഴയ്ക്ക് അത്ര മറ്റു ജില്ലകളെ അപേക്ഷിച്ച് മഴ അത്ര കാര്യക്ഷമമായി പെയ്യുന്നില്ല എങ്കിൽ കൂടി പല സ്ഥലങ്ങളിലും ഇടവിട്ട് ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്തായാലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇന്നില്ല. കൂടാതെ തീരദേശ മേഖലകൾ മാത്രമാണ് ഇത്തരത്തിലൊരു
പ്രതിസന്ധി ഉള്ളത് ഈ തിരമാല ഉയരുന്ന സാഹചര്യം. ഈ തീരദേശ മേഖലകളിലാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് ഇത്തരത്തിൽ അപകട സാധ്യതയുള്ളത്. മറ്റ് പ്രദേശങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ ശാന്തമാണ്. ശരി, എന്തായാലും സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ മുന്നറിയിപ്പുണ്ട്. അതോടൊപ്പം തന്നെ മഴയോടൊപ്പം തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനായി കടലിൽ പോകരുത് എന്ന കർശനമായ നിർദ്ദേശവും എന്തായാലും നൽകിയിട്ടുണ്ട്. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.